ഹായ് എവരിവൺ. സോ തമിഴിലെ ഈ വർഷത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി, നമ്മുടെ നടിപ്പിൻ നായകന്റെ കംബാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പടം, അതും തമിഴിലെ തന്നെ വൺ ഓഫ് ദ പ്രോമിസിങ് ഡയറക്ടർ എന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഡയറക്ടറായ RJ ബാലാജിയുടെ പടം. കുറെ ബ്ലോക്കും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ട് ഇന്നലെ ഞാൻ ആ ഷോ ബുക്ക് ചെയ്തിട്ട് കാണാൻ പറ്റാതെ ഇന്ന് 1 മണിക്കത്തെ ഷോയ്ക്ക് പോയി പടം കണ്ടു. സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഗുഡ് ബാഡ് അഗ്ലി കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് അമ്മാതിരി ഹൈപ്പ് കൊടുത്തിട്ട് ആ ഒരു ലെവലിൽ കൊണ്ടെത്തിക്കുന്ന ആ ഒരു ഫീൽ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ലോജിക്കും കാര്യങ്ങളും ഒട്ടുമില്ല, അത് വേറൊരു കാര്യം. എന്നാൽ പോലും ആ ഒരു വൈബിൽ പുള്ളിക്കാരനെ പ്രസന്റ് ചെയ്ത് നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്ത് ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പം ലോജിക് ഇല്ല എന്നത് പോട്ടെ, പക്ഷെ ഈ ഒരു ലെവലിൽ ഒരു പടം ചെയ്തു വെച്ചേക്കെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജസ്റ്റ് ബഡ്ജറ്റ് അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് പ്രൊഡ്യൂസറിന്റെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെ പണി വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി. കാരണം വലിയ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് പോയത്. കാരണം ട്രെയിലറിൽ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം, ഫാന്റസിയും കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്തൊരു മാസ് മസാല മൂവി ആയിരുന്നു ട്രെയിലറിൽ തന്നെ കാണിച്ചത്. ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി തന്നെയാണ് പോയത്. പക്ഷേ പടം ഒട്ടും വർക്കൗട്ട് ആയില്ല. ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും തുടക്കത്തിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ സൂര്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ സീനൊക്കെ വേറെ ലെവലാണ്. അതായത് അത്ര ഹാൻഡ്സോ ആയിട്ടുള്ള അത്രയും ഒരു സൂപ്പർ സ്റ്റാർഡം ലെവലുള്ള ഒരാളെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വേറെ ലെവലാണ്. അത് ഫസ്റ്റ് ഇൻട്രോ ആവട്ടെ, പിന്നെയുള്ള എല്ലാ സീനിലും സൂര്യനെ എവിടെയൊക്കെ കഴിയുന്ന അവിടെയൊക്കെ നല്ല ഹൈപ്പ് കൊടുത്തിട്ട് പ്രോപ്പർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഗൂസ് ബംസ് തരുന്ന കുറെ സീൻസും കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും പടത്തിൽ അത് മാത്രമേ ഉള്ളായിരുന്നു. ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഒരു സെറ്റ് ഓഫ് ഗുണ്ടാസ് വരുന്നു, സൂര്യയായിട്ട് അടി ഉണ്ടാക്കുന്നു. അത് പുള്ളി ഏത് രീതിയിൽ പുള്ളി എന്തോ പവർ യൂസ് ചെയ്ത് അടിക്കുന്നു, ഇല്ലെങ്കിൽ നോർമലായിട്ട് അടിക്കുന്നു. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ മാത്രമായിരുന്നു മെയിനായിട്ട് പടത്തിൽ. പിന്നെ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇന്ദ്രൻ സാറിന്റെ ഒക്കെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു, പുള്ളിക്കാരൻ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റോറി നല്ലൊരു ഡെപ്തിൽ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ പോയി. അതുകൊണ്ടൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഹാഫ് നല്ല ഇൻട്രസ്റ്റ് തോന്നി. ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്റർവെല്ലിൽ ഇറങ്ങിയപ്പോൾ ഞാൻ എന്റെ കൂടെ പടം കണ്ട ആളോടാണെങ്കിലും പോലും നല്ല പടമാണ്, നല്ല രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ ആ ഒരു അഭിപ്രായം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. തിയേറ്ററിലുള്ള എല്ലാവർക്കും ആ അഭിപ്രായം തന്നെയായിരുന്നു. കാരണം നല്ല എൻജോയ്, നല്ല ക്രൗഡിന്റെ കൂടെയാണ് പടം കണ്ടത്. തുടക്കം തൊട്ട് ഇന്റർവ്യൂ വരെ ഓളം വെച്ച് അവസാനം സൗണ്ട് വരെ പോയി. പക്ഷെ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ് തൊട്ടൊരു പാളിച്ചുണ്ട്. ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കുറെ സീനുകൾ അതിനകത്ത്. ഒട്ടും പറയാൻ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൂപ്പർ ഹീറോ മൂവിയിൽ കണ്ട ഒരു സീൻ ഇതിനകത്തുണ്ട്. ആ ഒരു സീൻ അതിൽ കാണിക്കും. കാര്യം പറഞ്ഞാൽ ഫാന്റസിയാണ്, എല്ലാം ഓക്കെയാണ്, ഒരു വലിയ ലാർജ് സ്കെയിലിൽ ചെയ്യാൻ നോക്കിയ ഒരു പടമാണ്. എങ്കിലും എന്താ പറയാ, നമുക്ക് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിലെ മെയിൻ ക്യാരക്ടറോട് നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട് സിനിമ ഒരു ഓഡിയൻസിന് കണക്ട് ആണെങ്കിൽ. അങ്ങനെയുള്ള ഒരു കാര്യവും നോക്കാതെ ചുമ്മാ പുള്ളിക്കാരൻ വരുന്നു, പുള്ളിക്കാരൻ ആരെങ്കിലും അടിച്ചിടുന്നു, എന്തെങ്കിലും ഒരു കാരണം പറയുന്നു, പിന്നെ അതിനകത്ത് കുറച്ച് ഡിവോഷൻ കുത്തി കയറ്റിയിട്ടുണ്ട്. പിന്നെ ഓക്കെ, ആ ഒരു ലെവലിലാണ് പടം പോകുന്നത്. ഇത് വർക്കൗട്ട് ആയവരുണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് ഒട്ടും തന്നെ വർക്കൗട്ട് ആയില്ല. ഞാൻ നോർമലി സിനിമയ്ക്കൊന്നും നെഗറ്റീവ് പറയാത്തതാണ്. ഈ മൂവിനെക്കാട്ടിലും സത്യത്തിൽ എനിക്ക് റെട്രോ വർക്കൗട്ടായി. അതിന്റെ ആ ഒരു ക്ലൈമാക്സിലുള്ള ചെറിയൊരു പാളിച്ച് ഒഴിച്ചു നോക്കിയാൽ റെട്രോ എനിക്ക് ഇതിലും ബെറ്റർ ആയിട്ട് വർക്കൗട്ടായി. പക്ഷെ ഇത് ഫസ്റ്റ് ഹാഫ് കൊണ്ട് പടം നിർത്തിയിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു അഭിപ്രായം പറയേണ്ടിയിരുന്ന ഒരു പടം എന്നെനിക്ക് തോന്നി. സോ സൂര്യയുടെ കയ്യിൽ നിന്ന് ഇതിലും ബെറ്റർ സ്ക്രിപ്റ്റ് സെലക്ഷൻ പ്രതീക്ഷിക്കുന്നു. പുള്ളി പുതിയ ഇൻവെന്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ചെയ്യുന്ന സ്ക്രിപ്റ്റ്സ് അത്യാവശ്യം നല്ല മൂവീസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ഓഡിയൻസിന് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു എഫേർട്ടായിരുന്നു RJ ബാലാജിയിൽ നിന്ന് തന്നെ. ഈ പുള്ളിക്കാരൻ ഈ ഒരു സ്റ്റോറി വെച്ച് തന്നെയാണോ തലപതി വിജയനെ സമീപിച്ചതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പുള്ളി റിജക്ട് ചെയ്തതിന്റെ കാരണം നമുക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. രക്ഷകൻ മാസ് അതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒട്ടും തന്നെ ലെറ്റ്സ് എൻജോയ് ചെയ്ത് കണ്ടിട്ട് പോലും ക്ലൈമാക്സ് സെക്കൻഡ് ഹാഫ് തൊട്ട് വളരെ ബോറടിപ്പിച്ച അല്ലെങ്കിൽ വളരെ ക്രിഞ്ച് ഫീൽ ചെയ്തൊരു പടമാണ്. വൺ ടൈം വാച്ചബിൾ ആണ് എന്ന് പറയാം തിയേറ്ററിൽ, ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി, ആ ഒരു ഓളം വെക്കാൻ. കാരണം ഇപ്പം അങ്ങനെയുള്ള പടങ്ങൾ മെയിനായിട്ടും സൂപ്പർ സ്റ്റാർസിനെ ഒന്നും നമുക്ക് ഈ അടുത്തിടയ്ക്കും വരെ വന്നിട്ടില്ല. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എന്റെ അഭിപ്രായം ആയിരിക്കില്ല വേറൊരാൾക്ക്, ഓരോ ഓഡിയൻസിന്റെ അഭിപ്രായങ്ങൾ വേറെ ആയിരിക്കും. സോ നല്ല പടങ്ങളാണെങ്കിൽ നല്ലത് പറയാം. സോ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ കാണുക. സോ നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ മൂവി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. പിന്നെ മൂവി കണ്ടന്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്. താങ്ക് യു.